മൗനം കൊണ്ടുപോലും അവനെ മനസ്സിലാക്കുന്നവൾ, ഏതു മോശം അവസ്ഥയിലും അമരന് തുണയാവുന്നവൾ. 18 വയസ്സുള്ള ആ സുന്ദരിയാണ് പരാജിതനായി ലജ്ജിച്ച് തലതാഴ്ത്തി നടന്നു പോകുന്ന അമരേന്ദ്രന് പുറകെ നടക്കുന്നവൾ. എന്തലങ്കാരവും അധികമായി ഭവിക്കുന്ന മേനിയഴകുള്ള ആ കന്യകയുടെ മുഖം ഒറ്റനോട്ടത്തിൽ തന്നെ കാഴ്ചക്കാരുടെ ഹൃദയത്തിൽ പതിയും. സ്നേഹത്തോടെ മാധുരി ആരാഞ്ഞു. എന്തു പറ്റി അമര? നിന്റെ ആത്മവിശ്വാസമെല്ലാം എവിടെ പോയി? എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു. നമുക്കിനി അടുത്ത തവണ വിജയിക്കാം. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല, വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള ഊർജമാണ്. അമരേന്ദ്രനെ സമാധാനിപ്പിക്കാൻ മാധുരി ആശ്വാസവാക്കുകൾ ഓരോന്ന് പറഞ്ഞു. പക്ഷേ അതൊന്നും പരാജയപ്പെട്ടു പോയ അമരനെ സമാധാനിപ്പിക്കാൻ ഉതകുന്നതായിരുന്നില്ല. കൊട്ടാരമങ്കണത്തിൽ അമരേന്ദ്രന്റെ വരവിനായി കാത്തിരിക്കുകയായിരുന്നു അരുണേന്ദ്ര രാജാവ്. രാജകുമാരന്റെ പരാജയം ഇതിനകം സഭയിൽ എല്ലാവരും അറിഞ്ഞിരുന്നു. മുഖമുയർത്താതെ കുനിഞ്ഞ ശിരസുമായി അമരൻ സഭാങ്കണത്തിലേക്കെത്തി. മകന്റെ അടുത്തേക്കെത്തിയ അരുണേന്ദ്രൻ ആശ്വസിപ്പിക്കാനായി അവനെ ചേർത്തു പിടിച്ചു. പരാജയം ഒന്നിൻ്റെയും അവസാനമല്ല അമര. നിന്റെ ധീരത ഈ നാട് മുമ്പ് തന്നെ അറിഞ്ഞതാണ്. ഇനിയും വരും മഹാചക്ര പരീക്ഷ. 9 നക്ഷത്രങ്ങൾ തെളിയിക്കാൻ യോഗ്യനായവൻ നീ മാത്രമാണ്. എങ്കിലും ഈ പരാജയം തികച്ചും അപ്രതീക്ഷിതമാണ്. ഇന്നലെ വരെ ശക്തനായിരുന്ന എന്റെ ശക്തി ഇന്നെങ്ങനെ ക്ഷയിച്ചു? എനിക്കത് വിശ്വസിക്കാനാവുന്നില്ല. ദുഃഖം സഹിക്കാനാവാതെ അമരൻ പറഞ്ഞു. സഭയിലെ ആളുകളത്രയും ദയാവായ്പോടെ രാജകുമാരനെ നോക്കി. ഈ സമയം കൊട്ടാരം വാതിൽ വലിയ ശബ്ദത്തോടെ തുറന്ന് വാസുകിയും ഭടന്മാരും അകത്തേക്ക് വന്നു. വാസുകിയുടെ കോപം ശരീരഭാഷയിൽ പ്രകടമായിരുന്നു. വാസുകിയെ ആതിഥ്യമര്യാദയോടെ വരവേറ്റ അരുണേന്ദ്ര രാജാവിന് മുൻപിൽ കോപവും അഹങ്കാരവും ജ്വലിക്കുന്ന ശബ്ദത്തോടെ അവൾ സംസാരിച്ചു തുടങ്ങി. നിങ്ങളുടെ വിരുന്ന് സ്വീകരിക്കാൻ വന്നതല്ല ഞാൻ. അങ്ങയുടെ മകന്റെ പ്രകടനം കണ്ട സന്തോഷം അറിയിക്കാൻ വന്നതാണ്. അമരേന്ദ്രന്റെ പരാജയം വിചിത്രമാണ് കുമാരി. തികച്ചും അപ്രതീക്ഷിതം. അവന്റെ ശക്തിയും മിടുക്കും കുമാരിക്കും അറിവുള്ളതല്ലേ? രാജാവ് വാസുകിയെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. ചേരരാജ്യത്തെ യുവരാജകുമാരിയായ ഞാൻ അപരാജിതയാണ്. ഞാൻ എന്തിന് 3 നക്ഷത്ര ശക്തി മാത്രമുള്ള ഈ ഭീരുവിന് വിവാഹം കഴിക്കണം? വാസുകിയുടെ വാക്കുകൾ ഒരു വെള്ളിടി പോലെ അമരന്റെ മനസ്സിൽ തുളച്ചു കയറി. അമരൻ ചെറുപ്പത്തിലെ തന്നെ അപരാജിതനായവനാണ്. അത് കുമാരി മറക്കരുത്. ഈ ഭീരുവിന്റെ ഇന്നത്തെ പ്രകടനം കണ്ടാൽ അന്ന് നടന്നത് ഒരു നുണയായിരുന്നെന്ന് വേണം കരുതാൻ. വാസുകി! അമരേന്ദ്രൻ കോപത്തോടെ അലറി. പിതാവ് പാഞ്ചാല ദേശത്തെ രാജാവാണ്. അത് കുമാരി മറക്കരുത്. അദ്ദേഹത്തിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കേണ്ട രീതി ഇതാണോ? ശക്തിയില്ലാത്ത ഭീരുവായ യുവരാജാവുള്ള ഈ കൊട്ടാരത്തിന് ഇതിൽ കൂടുതൽ ബഹുമാനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വിവാഹത്തിൽ നിന്ന് പിന്മാറുന്നു. അതറിയിക്കാനാണ് ഞാൻ ഇപ്പോൾ ആഗതയായത്. അമരന്റെ മനസ്സ് തകർക്കുന്ന വാക്കുകളായിരുന്നു വാസുകി പറഞ്ഞത്. നിനക്ക് എങ്ങനെ ഈ വിധം മാറാൻ കഴിഞ്ഞു വാസുകി? നീ പ്രണയിച്ചത് എന്നെയല്ലേ, അല്ലാതെ എന്റെ നക്ഷത്രശക്തിയല്ലല്ലോ. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അമരൻ ചോദിച്ചു. ഇത്രയും ഭീരുവും അശക്തനുമായ കുമാരനേക്കാൾ എന്തുകൊണ്ടും യോജിച്ച യുവരാജാക്കന്മാർ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ ഞാൻ എന്തിന് കുമാരനെ വിവാഹം കഴിക്കണം? എനിക്കിനി ഈ ബന്ധത്തിന് താല്പര്യമില്ല. വാസുകി ഉറപ്പിച്ചു പറഞ്ഞു. സഭയിൽ ഇരുന്നവരത്രയും ഞെട്ടലോടെ വാസുകിയുടെ തീരുമാനം കേട്ടു. അമരൻ ഒരു വാക്കുപോലും മറുത്തു പറയാനാവാതെ പിടഞ്ഞു നിന്നു. ഈ വിവാഹം ഉറപ്പിച്ചത് 2 രാജാക്കന്മാർ തമ്മിലാണ്. 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണത്. കുമാരിക്ക് ഏകപക്ഷീയമായി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അനുവാദമില്ലെന്നറിയില്ലേ? അമരേന്ദ്രന്റെ ശക്തി ഈ നാടും മറുനാടും ഒരിക്കൽ അറിഞ്ഞതാണ്. ഒരു തീരുമാനം ശക്തിയുടെ പേരിൽ കുമാരി എടുക്കരുത്. അങ്ങനെയെങ്കിൽ അങ്ങയുടെ യുവരാജാവിനോട് മൈഥിലി പാനീയം കുടിക്കാൻ പറയൂ. മത്സരവേദിയിൽ നിന്ന് ഞാൻ അത് കുമാരനായി കൊണ്ടുവന്നിട്ടുണ്ട്. മൈഥിലി പാനീയം അപരാജിത പട്ടം നേടിയ 9 നക്ഷത്ര ശക്തിയുള്ള ഒരാൾ മാത്രമേ പാനം ചെയ്യാൻ പാടുള്ളൂ. കുമാരിക്ക് ഇത് അറിവുള്ളതല്ലേ? അല്ലാത്ത പക്ഷം അത് കുടിക്കുന്നത് ആരാണോ അയാളുടെ എല്ലാ ശക്തിയും ചോർന്ന് അയാൾ മരണാസന്നനാവും. സഭയിൽ നിന്ന് മന്ത്രി വാസുകിയോട് വിളിച്ചു പറഞ്ഞു. നിങ്ങളുടെ യുവരാജാവിന്റെ പരാജയം വിചിത്രമാണ് എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? കുമാരൻ ജയിക്കേണ്ടവനാണെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെയെങ്കിൽ മൈഥിലി പാനീയം കുടിച്ച് കുമാരൻ ശക്തി തെളിയിക്കട്ടെ. അതുമല്ലെങ്കിൽ അദ്ദേഹം പരാജയം സമ്മതിക്കട്ടെ. അതുവരെ നിശബ്ദനായി നിന്ന അമരൻ ആ സമയം മുന്നോട്ട് വന്നു. മൈഥിലി പാനീയം കുടിക്കാൻ ഞാൻ തയ്യാറാണ്. മരണം വരിക്കാനും ഞാൻ തയ്യാറാണ്. എന്തും സംഭവിക്കട്ടെ. അമരേന്ദ്രന്റെ ശബ്ദം കൊട്ടാരമാകെ മുഴങ്ങി. മൈഥിലി പാനീയവുമായി നിന്ന വാസുകിയുടെ ഭടൻ മുന്നിലേക്ക് വന്നു. അമരൻ പാനീയം കുടിക്കാൻ ഒരുങ്ങി. അരുണേന്ദ്ര രാജാവും സഭയും ആ കാഴ്ച കണ്ട് ഒന്നാകെ സ്തംഭിച്ചു നിന്നു.
അശനിപാദം പോലൊരു വാൽനക്ഷത്രം ആ നിമിഷങ്ങളിൽ കൊട്ടാരത്തിന് മുകളിൽ തെളിഞ്ഞു നിന്നു. പാഞ്ചാല ദേശത്തെ മരങ്ങളൊന്നാകെ വീശിയടിച്ച കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞു. അമരേന്ദ്രന്റെ അടുക്കിലേക്ക് ആസന്നമാവുന്ന മരണത്തിന്റെ സൂചനയായിരുന്നു അത്. അധ്യായം 2. മഹാചക്ര പരീക്ഷയേക്കാൾ വലിയ പരീക്ഷണമാണ് ഇനി അമരേന്ദ്രനെ കാത്തിരിക്കുന്നത്. പരാജിത ദുഃഖത്തേക്കാൾ അയാളെ തകർത്തതും അതുതന്നെയായിരുന്നു. പ്രണയദുഃഖം ഏത് വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടാവുമെന്ന് കരുതിയിരുന്ന പ്രാണപ്രിയയുടെ മനംമാറ്റമാണ് അയാളെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്നത്. പ്രാണൻ വെടിഞ്ഞും പ്രണയിനിയോടുള്ള വാക്ക് നിറവേറ്റാൻ തുനിഞ്ഞ അമരേന്ദ്രന് പെട്ടെന്നുണ്ടായ ഈ പ്രണയഭംഗം ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. സർവ്വതിലും പരാജയപ്പെട്ടു നിൽക്കുന്ന അമരേന്ദ്രന് സ്വയം ഒരാശ്വാസവാക്ക് പോലും കിട്ടുന്നില്ല. അമരേന്ദ്രൻ പതിയെ വാസുകിയുടെ അടുത്തേക്ക് നീങ്ങി. മൈഥിലി ദ്രാവകം നിറച്ച പാത്രമെടുക്കാൻ ആഞ്ഞു. അവൻ അത് ചുണ്ടോട് ചേർത്തു. പെട്ടെന്ന് അമരേന്ദ്രന്റെ കയ്യിൽ നിന്നും പാനീയം നിറച്ച പാത്രം താഴേക്ക് തെറിച്ചു. നിനക്ക് ഭ്രാന്താണോ അമര? എന്തിനാണ് മറ്റൊരാൾക്ക് വേണ്ടി നീ ജീവൻ കളയുന്നത്? സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരോടും ഒന്നും തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കില്ല. നീ ചെയ്യുന്നത് വലിയ അബദ്ധമാണ് അമര. മൈഥിലി ദ്രാവകം തട്ടിമാറ്റി മാധുരി അലറി. നീ ഒരു മനുഷ്യ സ്ത്രീ തന്നെയാണോ? ഒരു മനുഷ്യനെ കൊലക്കി കൊടുത്തിട്ട് വേണോ നിനക്ക് രസിക്കാൻ? അതും നീ പ്രണയിച്ചിരുന്ന, നിന്നെ ജീവന തുല്യം പ്രണയിക്കുന്ന ഈ മനുഷ്യനെ? മാധുരിക്ക് വാസുകിയുടെ അഹങ്കാരഭാവം കണ്ടു നിൽക്കാൻ സാധിച്ചില്ല. അത് ശരി, ഇപ്പോൾ എനിക്കാണോ മനുഷ്യത്വമില്ലാത്തത്? എന്നെയും എന്റെ പിതാവിനെയും പറഞ്ഞു പറ്റിച്ച് വിവാഹം ഉറപ്പിച്ച നിങ്ങളെയൊക്കെ ഞാൻ എന്ത് വിളിക്കണം? 9 നക്ഷത്രങ്ങൾ നേടിയ ബലവാനാവണം എന്റെ വരൻ. അത് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ. അമരേന്ദ്ര, നിനക്കത് നേടാൻ കഴിയാത്തതിന് ഞാൻ എന്തു പിഴച്ചു? ചേരരാജ്യത്തെ രാജകുമാരിയെ വേൾക്കാൻ നിനക്ക് യോഗ്യതയില്ല അമരേന്ദ്ര. ചെല്ല്, നീ നിന്റെ കളിക്കൂട്ടുകാരിയോടൊപ്പം പോയി കളിക്ക്. നിന്നെ കൊണ്ട് അതേ പറ്റൂ. വാസുകി പരിഹാസവർഷം തുടർന്നു. അമരേന്ദ്രൻ ലജ്ജിച്ച് തലതാഴ്ത്തി നിന്നു. ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതിയെന്ന് പോലും അവൻ ചിന്തിച്ചു. ഇതാ നിന്റെ വിവാഹമോതിരം. ഇനി എനിക്കതിന്റെ ആവശ്യമില്ല, നീ തന്നെ വെച്ചോളൂ. വാസുകി മോതിരം വലിച്ചെറിഞ്ഞുകൊണ്ട് പറഞ്ഞു. അമരേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടി. അവളിൽ നിന്ന് ഇത്രയും കടന്നൊരു പ്രവൃത്തി അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ കോപം കൊണ്ട് ജ്വലിച്ചു. മതിയാക്കൂ വാസുകി, മതി നിന്റെ പ്രകടനം, അമരേന്ദ്രൻ ഉറക്കെ പറഞ്ഞു. കാവൽക്കാരോടൊപ്പം പിന്തിരിഞ്ഞു നടന്ന വാസുകി നിസ്സംഗതയോടെ അവന്റെ വാക്കുകൾ ശ്രവിച്ചു. നിനക്ക് ഞാനിപ്പോൾ ഒരു ഭീരുവാണ്. നിന്നെ പറഞ്ഞു പറ്റിച്ച കാമുകനാണ്. ശരി, ഞാൻ ഒന്നും തിരുത്തുന്നില്ല. പക്ഷേ എന്റെ ശക്തി തെളിയിക്കേണ്ടത് എന്റെ മാത്രം ആവശ്യമാണല്ലോ. ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു കുമാരി. ഇന്നേക്ക് 3 വർഷങ്ങൾക്കപ്പുറം എന്നെ നേരിടാൻ നിങ്ങൾ തയ്യാറുണ്ടോ? വാസുകി തിരിഞ്ഞു നിന്നുകൊണ്ട് മറുപടി പറഞ്ഞു. ഓ, തീർച്ചയായും, എന്ന് വേണമെങ്കിലും തയ്യാർ. ഒരു നിബന്ധന. ഞാൻ വിജയിച്ചാൽ പാഞ്ചാല രാജകുമാരൻ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം. അതിന് തയ്യാറുണ്ടോ? വാസുകി വർദ്ധിത ആവേശത്തോടെ അമരേന്ദ്രന് നേരെ തിരിഞ്ഞു. സമ്മതം. ഇനി വിജയം എന്റേതാണെങ്കിൽ എന്റെ ആജ്ഞ അനുസരിച്ചേ നിനക്കും ജീവിക്കാനാവൂ. സമ്മതിച്ചു. പക്ഷേ നിനക്കൊരിക്കലും എന്നെ തോൽപ്പിക്കാനാവില്ല അമരേന്ദ്ര. എന്നെ പരാജയപ്പെടുത്തണമെന്ന ചിന്ത തന്നെ നീ മറന്നേക്കൂ. നീ എന്റെ അടിമയാകാൻ പോകുന്നു. അതിവിടെ എല്ലാവരും കാണുവാൻ പോകുന്നു. നിന്റെ പിതാവും രാജ്യവും എല്ലാവരും. അതുകണ്ട് എല്ലാവരും ആഹ്ലാദിക്കട്ടെ. വാസുകി ധാർഷ്ട്യത്തോടെ പറഞ്ഞു. നിന്റെ അഹങ്കാരത്തിന് അവസാനമില്ലേ വാസുകി? നീ ഇപ്പോഴും ചേരരാജ്യത്തിന്റെ റാണിയായിട്ടില്ല, അതും മറക്കേണ്ട. നിന്റെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ഇങ്ങനെയല്ല മറുപടി പറയേണ്ടത്. നിന്നെപ്പോലെ ഇത്രയും തരം താഴ്ന്ന് സംസാരിക്കാൻ ഞങ്ങളുടെ സംസ്കാരം അനുവദിക്കുന്നില്ല. നിന്ന് നാവിട്ടടിച്ച് സ്വന്തം വില കളയാതെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകുന്നതാണ് നിനക്ക് നല്ലത്. മാധുരി ഗത്യന്തരമില്ലാതെ പറഞ്ഞു. അഹങ്കാരമല്ല മാധുരി, ആത്മാഭിമാനമാണ്. ഞങ്ങളുടെ വംശത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള അടങ്ങാത്ത ആദരവും ഭക്തിയുമാണ്. നിന്നെപ്പോലെ പറയാൻ വംശമഹിമയൊന്നുമില്ലാത്തവൾക്ക് മനസ്സിലാവില്ല അതൊന്നും. യുവരാജാവിന് പിന്നാലെ നടന്നിട്ട് കാര്യമില്ല മാധുരി. അതോ നിന്റെ കൂട്ടുകാരൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണോ അവന് വേണ്ടി സംസാരിക്കാൻ? എന്താ അമരേന്ദ്ര, അങ്ങനെയാണോ? 3 വർഷത്തിന് ശേഷം നിനക്കെന്നെ നേരിടാൻ ധൈര്യമില്ലേ? ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.